ഹലോ ഗൈസ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചക്കക്കുരുവും കൊച്ചുള്ളിയും വെച്ച് ഒരു മസാലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി അമ്മ ഇവിടെ പൊളിച്ചോണ്ടിരിക്കുകയാണ് ചക്കക്കുരുവും കൊച്ചുള്ളി. അതിനുവേണ്ടി ചക്കക്കുരുവും കൊച്ചുള്ളി ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരു മസാലക്കറി, ചക്കക്കുരുവും കൊച്ചുള്ളിയും കൊണ്ടുള്ള മസാലക്കറിക്ക് വേണ്ടിയാണ്. ബാക്കി അമ്മമ്മ എങ്ങനെയാണെന്ന് പറയുമോ ഉണ്ടാക്കുന്നത്. ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് ഇതിന് കടുക് വറക്കാനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. 2 വറ്റൽ മുളക് മുറിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് കടുക്, ശകലം ജീരകം, ശകലം ഉലുവായി, കുറച്ച് കറിവേപ്പില. നമ്മുടെ കടുക് ഇവിടെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് ഈ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന കുറച്ച് കൊച്ചുള്ളി, അതിൻ്റെ കൂടെ ഞാൻ ഒരു ശകലം വെളുത്തുള്ളി, ഇച്ചിരി ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും ചേർക്കും. ഇത് വഴലുമ്പോഴത്തേക്കും നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാം. അതിന് ഞാനൊരു കുക്കറിലോട്ട് കുറച്ച് ചക്കക്കുരു എടുക്കാം. ശകല ഉപ്പ്, അതിനകത്ത് കുറച്ച് ചക്കക്കുരു ഇട്ട് ശകല ഉപ്പ് ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് ശകലം തേങ്ങാപ്പാൽ വേണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഞാനിവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉള്ളി ഇവിടെ വഴന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, ശകലം മല്ലിപ്പൊടി കുറച്ച് മതി, ഇതിന് വേണ്ടുന്ന മീറ്റ് മസാലയാണ് ഞാൻ എടുക്കുന്നത്. ഒരു 1.5 സ്പൂൺ മീറ്റ് മസാല. കുറച്ച് കുരുമുളക് പൊടി. പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റും. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ചക്കക്കുരു ഒന്നിട്ട് കൊടുക്കും.
ചക്കക്കുരു എല്ലാം കൂടെ ഒന്നുകൂടെ വെന്ത് ചേരുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു. ഇത് 2 മിനിറ്റ് ഇത് അടച്ച് വെച്ചൊന്നുകൂടെ ഒന്ന് വേവിക്കും. നമ്മുടെ ചക്കക്കുരു ഉള്ളി മസാലക്കറി ഇവിടെ റെഡിയാവുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ശകലം ഉലുവാപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. രണ്ട് കരിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഉള്ളി മസാലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കറിയാണ്. ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാൻ നല്ലതാണ്.